കേരളത്തിൽ രക്ഷസ് എന്ന് സങ്കല്പിച്ചിട്ടുള്ളത് അപമൃത്യു സംഭവിച്ചവരുടെ ആത്മാക്കളെയാണ്. ബ്രാഹ്മണരുടെ ആത്മാക്കളെ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നു. ദമ്പതിമാരുടെ ആത്മാക്കൾ ആണെങ്കിൽ ദമ്പതി രക്ഷസ് എന്നും പറയുന്നു. പൂർവ്വപാപം, ഗ്രഹപിഴകൾ, കുടുംബത്തിലെ ദുരിതങ്ങൾ എന്നിവ മാറി ഐശ്വര്യം, അഭിവൃദ്ധി, ക്ഷേമം എന്നിവ ലഭിക്കും എന്നാണ് വിശ്വാസം. വ്യാഴാഴ്ചയാണ് ബ്രഹ്മരക്ഷസിന്റെ പ്രധാന ദിവസം. പാൽപായസ് നിവേദ്യമാണ് വഴിപാട്. കേരളത്തിൽ നമ്പൂതിരി കുടുംബങ്ങളാണ് രക്ഷസിനെ സംബന്ധിച്ചുള്ള അനുഷ്ഠാന പൂജാകർമ്മങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരാറുള്ളത്. രക്ഷസിന്റെ പ്രതിഷ്ഠ ശിവലിംഗ രൂപത്തിലും വാൽക്കണ്ണാടി ആകൃതിയിലുമാണ്. കരിങ്കൽ ശിലയിൽ പ്രതിഷ്ഠകൾ നടത്താറുണ്ട്. അതായത് രക്ഷസിനെ നാം കാണുന്നത് അസുരശക്തിയായോ ദുഷ്ടമൂർത്തിയായോ അല്ല, മറിച്ച് ഒരു വൈഷ്ണവ ശക്തിയായിട്ടാണ്. കുടുംബത്തിന്റെ ഉന്നതിയിൽ താത്പര്യമുള്ള ശക്തിയെന്ന രീതിയിൽ നാം എല്ലാം രക്ഷസിനെ ഭക്തിപൂർവ്വം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. സർപ്പങ്ങൾക്കും രക്ഷസിനും വർഷത്തിൽ ഒരിക്കൽ പൂജ ചെയ്യുന്നത് കുടുംബ ഐശ്വര്യത്തിന് നല്ലതാണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും ബ്രഹ്മരക്ഷസ് ഉപപ്രതിഷ്ഠയായിട്ടുണ്ടാകും. കേരളത്തിലെ പ്രസിദ്ധമായ പല നമ്പൂതിരി ഇല്ലങ്ങളിലും വഴിപാടായി പത്മമിട്ട് ബ്രഹ്മരക്ഷസിന് പാൽപായസം നിവേദിക്കാറുണ്ട്. മറ്റു വഴിപാടുകളൊന്നും ബ്രഹ്മരക്ഷസിന് പതിവില്ല. ബ്രഹ്മരക്ഷസിനെക്കുറിച്ച് മറ്റൊരു ചിന്തയും കേരളത്തിൽ ഉണ്ട്. തിന്മ ജീവിതം നയിച്ച് അസ്വാഭാവിക മരണത്തിലകപ്പെട്ട പണ്ഡിത ബ്രാഹ്മണന്റെ ആത്മാവാണ് ബ്രഹ്മരക്ഷസ്. ഈ ശക്തരായ ആത്മാക്കൾ രക്ഷ നേടാതിരിക്കാനും ലോകത്തിൽ പൈശാചിക പ്രവൃത്തികൾ ചെയ്യാതിരിക്കാനുമായാണ് ക്ഷേത്രങ്ങൾ. ആണോ പെണ്ണോ ആയ ഒരു ബ്രാഹ്മണ ആത്മാവാണ് ബ്രഹ്മരക്ഷസ്. ബ്രഹ്മ എന്നത് ബ്രാഹ്മണിനെയും രക്ഷസ് എന്നത് ഭൂതത്തെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ വാക്ക് ബ്രാഹ്മണനും രക്ഷസും കൂടിച്ചേർന്നതാണ്. ബ്രഹ്മരക്ഷസുകൾക്ക് വേദങ്ങളിലും പുരാണങ്ങളിലും അഗാധ ജ്ഞാനം ഉണ്ടായിരിക്കുകയും അതുപോലെ തന്നെ പിശാചിന്റേതായ ശല്യം ചെയ്യലും പേടിപ്പിക്കലും മനുഷ്യനെ ഭക്ഷിക്കുകയും വരെ ചെയ്യാം. ബ്രഹ്മരക്ഷസിന് ധാരാളം അധികാരമുണ്ട്. അവരെ പ്രീതിപ്പെടുത്തുന്നവരുടെ മേൽ ധാരാളം സമ്പത്തും അഭിവൃദ്ധിയും വർഷിക്കും. അവയെ വെറുക്കുന്നവരെ മരണപ്പെടുത്തുകയും ചെയ്യും. അവർക്ക് അവരുടെ പഴയ ജീവിതത്തെപ്പറ്റി പൂർണ്ണമായും അറിവുള്ളതുകൊണ്ട് പഴയ ജന്മത്തിലെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യും. ബ്രഹ്മരക്ഷസിനെപ്പറ്റിയുള്ള രസകരമായ ഒരു കഥ ഉണ്ട്. AD 7 നൂറ്റാണ്ടിൽ മയൂർ ഭട്ട എന്ന പ്രശസ്ത സംസ്കൃത കവി ബീഹാറിലെ ഖൊറംഗബാദ് എന്ന സ്ഥലത്തെ ഒരു ആൽമരച്ചോട്ടിലിരുന്നു സൂര്യസാധക രചിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണ രക്ഷസ് വൃക്ഷത്തിൽ നിന്നും അദ്ദേഹം എഴുതിയ സൂക്തങ്ങൾ ഉച്ചത്തിൽ ആവർത്തിച്ചു പറഞ്ഞു അദ്ദേഹത്തെ ശല്യപ്പെടുത്തി. ബ്രഹ്മരക്ഷസിനെ തോൽപ്പിക്കാനായി മയൂർ ഭട്ട സൂക്തങ്ങൾ മൂക്കിലൂടെ ഉച്ചരിക്കാൻ തുടങ്ങി. ബ്രഹ്മരക്ഷസിന് മൂക്കില്ലാത്തതിനാൽ മയൂർ ഭട്ട ചൊല്ലുന്നതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല. പരാജിതനായി ബ്രഹ്മരക്ഷസ് മരം വിട്ടുപോകുകയും മയൂർ ഭട്ട സമാധാനത്തിൽ സൂര്യസാധക പൂർത്തിയാക്കുകയും ചെയ്തു.